സുപ്രീം കോടതിയിലേക്ക് നമ്മളൊന്ന് വളരെ വേഗത്തിൽ നോക്കേണ്ടതുണ്ട്. കാരണം അരവിന്ദ് കെജ്രിവാളിൻ്റെ ഹർജി, അതായത് CBI അറസ്റ്റിനെതിരെ കെജ്രിവാൾ നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. ജസ്റ്റിസുമാരായ സൂര്യകാന്ത് മിശ്രയും ഉജ്ജയ് ഭോയിനും അടങ്ങുന്ന ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. നേരത്തെ ദില്ലി ഹൈക്കോടതി കെജ്രിവാളിൻ്റെ ഹർജി തള്ളിയിരുന്നു. അതായത് ദില്ലി ഹൈക്കോടതി CBIയുടെ അറസ്റ്റ് ശരിവെക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ആ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം പരമോന്നത കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. സിബി ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. വിവരങ്ങളുമായി നമുക്ക് നോക്കാം എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് സുപ്രീം കോടതിയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന്. സിബി, ഗുഡ് മോർണിംഗ്. മനു, ഗുഡ് മോർണിംഗ്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ നേരിൽ കാണുന്നത്. വയനാട്ടിലെ വലിയ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ദില്ലിയിലേക്കൊന്നും അധികം വന്നിരുന്നല്ല അല്ലേ? അതുകൊണ്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. തീർച്ചയായും. അപ്പോൾ തിരികെ വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെയാണല്ലോ വരുന്നത്. ഇന്ന് ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നു. ആ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ കെജ്രിവാളിന് പ്രതീക്ഷയാകുന്ന മറ്റൊരു നടപടി കഴിഞ്ഞ ദിവസം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. മനീഷ് സിസോദിക്ക് ജാമ്യം അനുവദിച്ച ഒരു കാര്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല നടപടിക്കുള്ള സാധ്യതയാണോ കെജ്രിവാൾ പക്ഷം കാണുന്നത്? കാരണം ഈ കേസ് പരിഗണിച്ചപ്പോഴൊക്കെ സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായ പരാമർശങ്ങളാണ് പല ഘട്ടങ്ങളിൽ നടത്തിയത്. അതിപ്പോൾ ഇ ഡി വിഷയത്തിൽ ജാമ്യം കൊടുത്തതാണ്, കണ്ടതാണല്ലോ. തീർച്ചയായും മനു, ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. കാരണം ഇനിയിപ്പോൾ ഈ ഒരു CBI അറസ്റ്റിൽ CBIയുടെ അറസ്റ്റിൽ ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിനെ ജയിൽ മോചിതനാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഒരു CBI അറസ്റ്റിനെതിരായ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്, അതിൽ ആ ഹർജി പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും അത് ഏറെ നിർണായകം തന്നെയാണ്. നിലവിൽ EDയുടെ കേസിൽ സുപ്രീം കോടതി തന്നെ അരവിന്ദ് കെജ്രിവാളിന് നേരത്തെ ജാമ്യം നൽകിയിരുന്നു. പക്ഷേ അതിന് തൊട്ട് മുൻപായിരുന്നു തീഹാർ ജയിലെത്തി CBI അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇതോടുകൂടി അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഒരു സ്ഥിതി ഉണ്ടാവുകയായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ ഓഗസ്റ്റ് 5-ന് ദില്ലി ഹൈക്കോടതിയെ അരവിന്ദ് കെജ്രിവാൾ സമീപിച്ചെങ്കിലും ദില്ലി ഹൈക്കോടതി CBIയുടെ അറസ്റ്റ് ശരിവെക്കുകയും അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യാപേക്ഷ തള്ളുകയുമായിരുന്നു. ഇതിൽ ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ദില്ലി ഹൈക്കോടതിയുടെ നിരീക്ഷണം. എന്തായാലും ഇതിനെതിരെയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതിയിൽ ജസ്റ്റിസുമാരായ സൂര്യകാന്ത് മിശ്രയും അതോടൊപ്പം തന്നെ ഉജ്ജയ് ഭോയിനും അടങ്ങുന്ന ബെഞ്ചാണ് ഈ ഒരു ഹർജി ഇന്ന് പരിഗണിക്കുക. സ്വാഭാവികമായും ഈ ഹർജിയിൽ ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഇപ്പോഴും അരവിന്ദ് കെജ്രിവാൾ വാദിക്കുന്നത് ഇതിൽ തങ്ങൾക്കെതിരെയുള്ള ഈ ഒരു കേസ് രാഷ്ട്രീയ പ്രേരിതമാണ്. മാത്രമല്ല ED കേസിൽ തനിക്ക് ജാമ്യം ലഭിക്കുമെന്ന് കണക്കുകൂട്ടി തന്നെ നേരത്തെ CBIയുടെ മറ്റൊരു കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBI തന്നെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നുള്ളൊരു നിലപാടാണ് കെജ്രിവാൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും കെജ്രിവാളിന് വേണ്ടി മുതിർന്ന അഭിഭാഷകരായ മനു അഭിഷേക് സിംഗ്വിയും അതുകൂടാതെ CE സിംഗുമാണ് ഇന്നിപ്പോൾ ഹാജരാകുന്നത്. ഈ കേസിൽ ഇന്നിപ്പോൾ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഇതിലെ വാദങ്ങളെല്ലാം തന്നെയും ഏറെ പ്രധാനമാകും. ഇന്ന് തന്നെ ഇതിലൊരു ജാമ്യാപേക്ഷയിൽ ഇന്ന് തന്നെ നടപടി ഉണ്ടായില്ലെങ്കിൽ പോലും ഈ ഒരു കേസിൽ വാദങ്ങൾ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം കെജ്രിവാളിന് ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ എന്തായാലും കെജ്രിവാളിന് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും. കഴിഞ്ഞ ദിവസം മനീഷ് സിസോദിക്ക് ജാമ്യം ലഭിച്ചിരുന്നു. ഇനി കവിതയുടെ ജാമ്യാപേക്ഷ ഇനി വരുന്ന ദിവസം ഓഗസ്റ്റ് 22-ന് പരിഗണിക്കാനിരിക്കുകയാണ്. അങ്ങനെ എല്ലാം തന്നെയും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ജയിലിൽ കിടക്കുന്ന 1.5 വർഷമായി ജയിലിൽ കിടന്ന മനീഷ് സിസോദിക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു. കെജ്രിവാൾ ഇനിയിപ്പോൾ ഇതിൽ ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ പുറത്തിറങ്ങുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹർജി ഏറെ പ്രധാനം തന്നെയാണ് ആം ആദ്മി പാർട്ടിക്കും അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിനും. മനു, സിബി, ആ വിഷയത്തോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി വളരെ വേഗത്തിൽ നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഈ നമ്മുടെ കൊൽക്കത്തയിലൊരു യുവ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവം നമ്മുടെ മുൻപിലുണ്ടല്ലോ. ഏറ്റവും സങ്കടകരമായ കാര്യമായിരുന്നു. പക്ഷേ അവിടെ ആശുപത്രി അധികൃതരുടെ പ്രതികരണം ഞെട്ടിക്കേണ്ടതാണ്. ആ പെൺകുട്ടി, ആ ഡോക്ടർ ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് അവർ പറയുന്നത്. നോക്കൂ, ലൈംഗിക പീഡനത്തിന് ഇരയായി എന്ന കൃത്യമായ തെളിവുകളടക്കം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ആത്മഹത്യ ചെയ്തു എന്നൊരു നിലപാട് ആശുപത്രി അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത്. ആരെ സംരക്ഷിക്കാനാണ്? തീർച്ചയായും മനു, ഈ ഒരു സംഭവം ഏറെ ഞെട്ടിക്കുന്നതാണ്. നമുക്കറിയാം, ഇപ്പോൾ ദേശീയ മെഡിക്കൽ കമ്മീഷൻ പ്രത്യേകമായ മാർഗരേഖ ഇപ്പോൾ പുറത്തിറക്കേണ്ടി വന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെയും വളരെ വലിയ ഒരു രാജ്യവ്യാപകമായ പ്രതിഷേധമാണ് ഡോക്ടർമാരുടെയും മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായത്. ദില്ലിയിലെ എയിംസിലടക്കം ഈ ഒരു പ്രതിഷേധം ഇന്നുമുണ്ട് താനും. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നലെ ആ കുട്ടിയുടെ, ആ വനിതാ ഡോക്ടറുടെ മാതാപിതാക്കൾ നൽകിയ ഒരു വെളിപ്പെടുത്തലാണ്. ഇവർ പറയുന്നത് ഈ ഒരു സംഭവം ഉണ്ടായ ശേഷം ഈ കൊൽക്കത്തയിലെ RG മെഡിക്കൽ കോളേജിലെ അധികൃതരെ വിളിക്കുകയും പിന്നീട് ഇത് ആത്മഹത്യ ആണ് എന്നുള്ള ഒരു വിവരമാണ്
ആദ്യം നൽകിയത്. പിന്നീട് ഈ ആശുപത്രിക്ക് പുറത്ത് ഈ പെൺകുട്ടിയുടെ മൃതദേഹം കാണാൻ വേണ്ടി മാത്രമായി ഒരു ഏകദേശം 3 മണിക്കൂറിലധികം പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇതിൽ ഈ മാതാപിതാക്കൾ ഈ ആശുപത്രിക്ക് പുറത്ത് 3 മണിക്കൂറിലധികം കാത്തിരുന്ന ശേഷമാണ് അച്ഛനെ ആദ്യം ഈ ഒരു മൃതദേഹം കാണിക്കുന്നത് തന്നെ. എന്തായാലും ഏറെ ഞെട്ടിക്കുന്ന ഒരു സംഭവവികാസങ്ങൾ തന്നെയാണ് ഈ ഒരു അതിക്രൂരമായ സംഭവത്തിന് ശേഷവും ഈ RG കർ മെഡിക്കൽ കോളേജിൽ നടന്നത്. കാരണം ഇന്നലെ കൊൽക്കത്ത ഹൈക്കോടതി വളരെ രൂക്ഷമായ രീതിയിൽ വിമർശിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ RG കർ മെഡിക്കൽ കോളേജിൽ അപ്പോൾ ആ സമയത്ത് പ്രിൻസിപ്പലായിരുന്ന ആളെ പിന്നീട് അദ്ദേഹം സ്വയം രാജിവെച്ച് മാറിയിരുന്നു. പക്ഷേ ഉടൻ തന്നെ അദ്ദേഹത്തെ മറ്റൊരു കൊൽക്കത്ത നാഷണൽ മെഡിക്കൽ കോളേജിലേക്ക് പ്രിൻസിപ്പലായി പെട്ടെന്ന് തന്നെ നിയമനം നൽകുകയും ചെയ്തു. ആ ഒരു നിയമനത്തിനെതിരെ എല്ലാ തന്നെയും മമതാ സർക്കാരിനെതിരെ വളരെ രൂക്ഷമായ രീതിയിലുള്ള വിമർശനമാണ് സുപ്രീം കോടതി നടത്തിയത്. ഇദ്ദേഹത്തെ ഒന്നുകിൽ സ്ഥിരമായി അല്ലെങ്കിൽ നീണ്ട കാലത്തേക്ക് അവധിയിൽ പ്രവേശിപ്പിക്കാനോ പുറത്താക്കുകയാണോ വേണ്ടതെന്നും ഇദ്ദേഹത്തെയാണ് ആദ്യം ചോദ്യം ചെയ്യേണ്ടതെന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ ആശുപത്രി അധികൃതർ ഭാഗത്തുണ്ടായ വളരെ വലിയ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള രൂക്ഷമായ വിമർശനം കൊൽക്കത്ത ഹൈക്കോടതി ഇന്നലെ നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ മാതാപിതാക്കളുടെ ഹർജിയിലാണ് ഇന്നലെ ഈ കേസ് CBIക്ക് വിട്ടത്. ഇന്നിപ്പോൾ CBI സംഭവ സ്ഥലത്തെത്തുകയും അവിടെ ഫോറൻസിക് വിദഗ്ധരടക്കം എല്ലാത്തിൻ്റെയും സഹായത്തോടെ കൂടുതൽ തെളിവെടുപ്പ് നടത്തും. പക്ഷേ അവിടെ നമുക്കറിയാം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം നടന്നത്. ഏകദേശം 6 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിരിക്കാം എന്നുള്ളൊരു ആശങ്ക കൂടി ഇന്നലെ കൊൽക്കത്ത ഹൈക്കോടതി പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ CBI അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രിയോടെ തന്നെ ഈ കേസ് അന്വേഷിച്ച പോലീസ് എല്ലാ രേഖകളും കൈമാറിയിട്ടുണ്ട്. പോലീസിന്റെയും മമതാ സർക്കാരിന്റെയും അന്വേഷണത്തിൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കൊന്ന് വളരെ വേഗത്തിൽ പോകേണ്ടതുണ്ട്. സിബി, താങ്ക് യു.